Hello friends, welcome to Soumya's Kitchen Magic. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തൈര് സാദത്തിന്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ ചുവന്ന മുളക് അങ്ങാടി മുളക് 4 എണ്ണം അരിഞ്ഞു വെക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയതിനു ശേഷം നമുക്ക് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ആണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുകയാണ്. ആ കടുക് ഒന്ന് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതുപോലെ തന്നെ ആ ചുവന്ന മുളക് ഡ്രൈ ചില്ലി നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂണോളം ഒറിഗാനോയുടെ ഡ്രൈ ഒറിഗാനോ ലീവ്സ് ആണ് ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പിലയുടെ ഇല ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം കായത്തിന്റെ പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം കായത്തിന്റെ പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അധികം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി എന്ന് പറയുന്നത്. ഒന്നും മൂത്ത് വരുന്നതോട് കൂടി തന്നെ നമുക്ക് ഫൈനൽ സ്റ്റേജിൽ ചേർക്കാനുള്ള നട്ട്സ് അതേപോലെ തന്നെ ഉഴുന്നുപരിപ്പൊക്കെ എടുത്തു വെക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു പിടിയോളം കപ്പലണ്ടിയുടെ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. വറുത്ത് തൊലി കളഞ്ഞിട്ടുള്ള കപ്പലണ്ടി പരിപ്പും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ഉഴുന്നുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ കൂടി ആ ചൂടായിട്ടുള്ള പാനിലേക്ക് ചേർത്ത് കൊടുത്ത് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ തൈര് സാദത്തിലേക്ക് ചേർക്കാനുള്ള എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അധികം നേരം മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കപ്പലണ്ടി നമ്മൾ ഓൾറെഡി വറുത്തെടുത്തിട്ടുള്ള കപ്പലണ്ടി ആയതുകൊണ്ട് തന്നെ അധികം നേരം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയും മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് തൈര് സാദം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ ഇവിടെ ഒരു 1.5 കപ്പ് അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. നല്ല വൈറ്റ് റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പൊന്നിയരിയോ അല്ലെങ്കിൽ ഏത് അരിയോ നമ്മൾ വീട്ടിൽ സാധാരണ കുക്ക് ചെയ്യണ ആ അരിയുടെ ചോറ് എടുത്താൽ മതിയാകും. ആ വൈറ്റ് റൈസിലാണ് ഏറ്റവും നല്ലത്. മട്ടയുടെ ചോറ് ഒരിക്കലും തൈര് സാദം ഉണ്ടാക്കാനായിട്ട് എടുക്കരുത്. എപ്പോഴും വൈറ്റ് റൈസ് ആണ് തൈര് സാദത്തിന് നല്ലത്. അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യാനുസരണം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1.5 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അരി വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർക്കാത്തത് കൊണ്ടാണ് 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നത്. നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കുന്നത് വെച്ചെങ്കിൽ ഒരിക്കലും ഉപ്പ് ചേർക്കരുത്. ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ടാണ് ഇളക്കി കൊടുത്തിരിക്കുന്നത്. ആദ്യം ഒരു 1/2 കപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം പിന്നെ വീണ്ടും 1/2 കപ്പോളം ചേർത്ത് ഇളക്കി എടുക്കുകയാണ്. പുളിയില്ലാത്ത നല്ല കട്ടി തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളി ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് തന്നെ പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പുളിയില്ലാത്ത കട്ടി തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1.5 കപ്പ് അരിയുടെ ചോറിലേക്കായിട്ട് 1.5 കപ്പോളം തൈര് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കി ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, തൈര് സാദത്തിനായിട്ട് അരി എടുക്കുമ്പോൾ തവിടുള്ള അരി അല്ലാതെ വെളുത്ത അരി വേണം തൈര് സാദത്തിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല നമ്മളിവിടെ പീനട്ടും അതേപോലെ തന്നെ ഉഴുന്നുപരിപ്പും വറുത്തിട്ടതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കശുവണ്ടി പരിപ്പോ മുന്തിരിയോ വേണമെങ്കിൽ ഇതേപോലെ തന്നെ തൈര് സാദത്തിലേക്ക് വറുത്ത് ചേർക്കാവുന്നതാണ്. ഇത്രയുമായാൽ നമ്മുടെ തൈര് സാദം റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കേർഡ് റൈസ് ആണിത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ സൗമ്യാസ് കിച്ചൺ മാജിക്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും.